വേലാതിനെ എളുപ്പത്തിൽ വീഴിക്കാമെന്ന് ആരും മോഹിക്കണ്ട. ഞാൻ വീഴണേ മുരുകൻ വിചാരിക്കും. ആര് കരുവാൻ മുരുകനോ? സാക്ഷാൽ പളനിമല മുരുകൻ ദണ്ഡായുധ പാണി. ഓ ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ. അതായത് ഞാൻ തൊഴുക എന്നെ തൊഴുക. മുണ്ട് ചെരുപ്പ് ചെരുപ്പ് ഇവിടെ. പഴനിമല കോവിലിൽ പാൽ കാവടിയോ തുടങ്ങി. 8 വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനിമല ചവിട്ടുവനാണ് വേലയത്. അറിയാമോ കള്ളു കുടിച്ചുകളെ? മുറുക വടിവേല തുടങ്ങി. ഒഴുകുന്നതല്ലേ കൂടെ, എന്നാലേ പോകാൻ തെളിയും. എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോകുവാന്നോടെ. കൊലപാതകളെ പണി. അയ്യോ അമ്മേ, ഇത് രാവിലെ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടിവെള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. ആട്ടം നിൽക്കട്ടെ, നടക്കണേ. ഇന്നത്തെ പഴമക്ക് ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ, ശല്യം. അമ്മ ഈ പറയണ പോലൊന്നും അല്ല. മക്കളെ കുറിച്ച് ഓർത്താ മനസ്സമാധാനം ഇല്ലാത്തത്. കുട്ടികളുടെ കാര്യോർത്ത് നീ എന്തിനാ വിഷമിക്കണ പെണ്ണേ? അവനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അമ്മയെന്നല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഒരു കൂസലില്ലാത്ത സാധനം അത്. വീടൊന്നും കുട്ടികളൊന്നും ഒരു ചിന്തയില്ല. അച്ഛൻ എന്നും കുടിച്ചു വന്നിട്ട് അമ്മയായിട്ട് വഴക്കാണ് അമ്മമ്മേ. മിണ്ടാതിരിക്കടി. ഇവളുടെ പരീക്ഷ കഴിഞ്ഞു കിട്ടിയതിന്റെ ഭാഗ്യം. എന്താ അവള് പഠിക്കാൻ അത്ര മോശ? പഠിക്കാനൊക്കെ മിടിക്കുകയാണ്. സ്കൂളിലെ ടീച്ചർമാരും മാഷുമാരൊക്കെ പറയണത് ഇവളെ ഇനിയും ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നാ. അതിന് അവള് +2 തന്നെ കടന്നു കിട്ടുമെന്ന് ആര് കണ്ടു? ഒരിക്കൽ പഠിപ്പ് നിർത്തിയതല്ലേ? ഞാനൊക്കെ ജയിക്കും മുത്തശ്ശ, നല്ല ഉറപ്പുണ്ട് എനിക്ക്. അത് മതി. സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന വീട്ടിൽ ചേച്ചിയാണ് മുത്തശ്ശ. ഇന്നാളൊരു സമ്മാനം കിട്ടി. എന്ത് സമ്മാനം? ഒരു ക്ലോക്ക്. അത് അച്ഛൻ കൊണ്ടുപോയി വിറ്റു. ഈ പെണ്ണിനെ ഞാൻ അതൊന്നും സാരില്ല. അമ്മമ്മയുടെ കുട്ടി ജയിക്കട്ടെ, അപ്പൊ ക്ലോക്കും വാച്ചും ഒക്കെ വാങ്ങിക്കാം. കോളേജിൽ പോയി പഠിക്കുകയും ചെയ്യാം. അതിന് തന്ത സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ തന്നെ പറയണത് പഠിപ്പൊക്കെ നിർത്തി വല്ല പണിക്കും പറഞ്ഞേക്കാമെന്നാ. മാസം മാസം ശമ്പളം എണ്ണി വാങ്ങാലോ. ഞാൻ പോവില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിനി സ്കൂൾ ഓർക്കുമ്പോഴേ അങ്ങോട്ടുള്ളൂ. മുത്തശ്ശന്റെ കുട്ടി ഇനി എവിടെയും പോകണ്ട. ഞങ്ങൾക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞു പിടിക്കാൻ ഒരാളായല്ലോ. നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരടി. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ട. ഇന്ന് തന്നെ വരാൻ സാധിച്ചത് കുട്ടികൾ കരഞ്ഞു പറഞ്ഞോണ്ടാ. രാവിലെ തന്നെ പോണം. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയോ? ആരാ ഈ നട്ടപ്പാരിക്ക് അറക്കമേലും ഉറങ്ങിയില്ലേ? കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലേക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 ഉളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപിടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ചേട്ടാ ഇങ്ങനെ
ചേട്ടോ എന്റെ അമ്മോ! അയ്യോ! പ്രേതം! പിശാചി! ഒറ്റയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. അബുക്ക ആ അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താൽ വല്ലതും ഉണ്ടാ? എന്തേ? ഏയ് ലീവാക്കല്ല. വേലുസ്വാമി സമാധിയായോ? നമസ്കാരം. അയ്യോ ഇതെന്താ പറ്റിയേ? ഏ? ഏ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപോലാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ആ ഇത് പേടിപ്പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കിണാറിനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാൽ മതി. അതെ പോയി. പോയോ? ആ, അയ്യോ, ചരട്. നിക്ക്, നിക്ക്, നിക്ക്. എത്ര സ്വർണ്ണ എന്റെ ഈശ്വര, ഇതുപോലെയൊക്കെ നിട്ട് നടക്കാൻ എന്നൊരു ഭാഗ്യം ഉണ്ടാവാ. ആ എവിടെ? ഒക്കെ പോയില്ലോ. മുത്തശ്ശൻ കണ്ടാന്ന് ചീത്ത ഉറപ്പായിട്ട് കിട്ടും. കടയും തുറന്നത് എവിടെ പോയി? ഇവിടെ കൊടുക്കുന്ന പേപ്പറിന്റെ പൈസ ഒരു മാസം കഴിഞ്ഞല്ല കൈ കിട്ടാറ്. അതിന് കുഞ്ഞുണ്ണിയാരെ പോലെ പലിശ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 10-15 റുപ്യെങ്കിലും കൈ കിട്ടണ്ടാണ്. അതിനിപ്പോ 4 പഴം തിന്ന എന്താ കുഴപ്പം? കക്ക് തന്നെ 4 എണ്ണം. ഒരു കള്ളം വന്ന് നമ്മുടെ കടയിൽ വെച്ച പഴങ്ങളെല്ലാം ഇരിഞ്ഞിരിഞ്ഞ് തിന്നണോ? കള്ളന്മാരുടെ ശല്യം രാത്രിയിലും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പകലും തുടങ്ങിയോ? വേഗം വരും മുത്തശ്ശ. വരാം, വരാം. വേഗം വന്ന് കട്ടോട്ട് പോ. വാ. നിക്കണുണ്ടോ? ഈശ്വരാ, ഒറ്റ വെച്ച കള്ളിന് ഓടിക്കളയും. ഇത് മതി. ഓടി വരണേ, ഓടി വരണേ. ഇത് കള്ളൻ, തിരിച്ചു കള്ളൻ. പോവാതെ കുട്ടി. എന്ത് പണിയായി കാണിച്ചത്? മോനെ ചന്ദ്രശ, രമേശ, 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 നീ കണ്ണു തുറക്ക. നീ കണ്ണു തുറക്കും മോനെ. ഇനി എന്താ ചെയ്യാ മുത്തശ്ശ? രമേശ, 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 മോനെ എഴുന്നേക്ക്. എന്താ നിനക്ക് പറ്റിയത്? എന്താന്ന് അറിയില്ല, പെട്ടെന്ന് തലയ്ക്കകത്തൊരു മിന്നല് പോലെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ചെറുതായ ഒരു വേദന. ഗോവിന്ദേട്ടൻ എന്തിനാ ചിരിക്കണ? ഇപ്പൊ ചിരിയാ വരണ്ടേ? ഇവിടെ ഒരാൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാ രമേശ. ചോന്ന തലക്കെട്ടും കെട്ടി പുറം തിരിഞ്ഞത് പഴയ കണ്ടപ്പോ ഞാനും ആദ്യം വിചാരിച്ചു കള്ളനാണെന്ന്. അടിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. അയ്യോ, അപ്പൊ അടിച്ചതാ? ആരമ്മണിയായിട്ടെത്തിയാ? അമ്മണിയടുത്തൊന്നും അല്ല, ഇത് വേറൊരാളാ. പിന്നെ ആര്? നീ ആളെ കണ്ടാ ദേഷ്യപ്പെടുകയും വഴക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ ഞാൻ. കണ്ടാൽ അങ്ങനെ ഒരു പൂതിയൊക്കെ തോന്നും. ഇങ്ങോട്ട് വന്നേ കുട്ടിയെ. പേടിക്കൊന്നും വേണ്ട, അവൻ നിന്നൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് വരൂ കുട്ടി. എന്റെ മോളുടെ കുട്ടിയാ, അവൾ ഇന്നലെ വന്നതാ. അതേ, പരിചയമില്ലാത്തോണ്ട് അവക്കൊരു അബദ്ധം പറ്റിയതാ. നീ അത് കാര്യാക്കണ്ട. നീ പേപ്പർ കൊണ്ട് വന്നാവൂല്ലേ? അതെ, കടയിലുണ്ട്. അന്ന് ഞാൻ ഇറങ്ങട്ടെ.
അയ്യോ നല്ല കുട്ടിയാണ്. വേറെ വല്ല ചെക്കന്മാരും ആയിരുന്നെങ്കിൽ കണ്ടകശനിയായിട്ട് ഇപ്പൊ ദേഹത്തുനിന്ന് പോവോ? വാ വേഗം നടക്കും മോളെ. നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടൻകുള്ളന്റെ ആള് പോന്നു. നിർത്തടാ. കോമളായിട്ട് എന്താ നമ്മൾ നടത്തിച്ചോണ്ട് വരണേ? സ്കൂൾ വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട് വിട്ടുതരാലോ. ഉം. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? ആ വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാൻ പറയും. അയ്യോ വീഴുവോ? ഏയ് ചേച്ചി പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കുള്ള ഗുളിയ വാങ്ങാൻ പറഞ്ഞു. നാ. ശ്രീദേവിയെ ഫ്രണ്ടുക്കളാ. അതെ. എന്താ നടു റോഡിലൊരു സമ്മേളനം? അല്ല രമേശ, ചെറിയച്ഛനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് ആ, പേടിച്ചാണ്. അങ്ങനെ വരട്ടെ. അപ്പൊ സംഗതി ശരി തന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷസ് സിഗരറ്റ് വലിക്കും രാഘവേട്ട. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. ഓ, മന്ത്രവാദി കൊണ്ടുവരുന്ന എന്തിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിന് ഒരു പായസം കഴിപ്പിച്ചാ പോരെ? അത് നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അത് നിന്റെ ചെറിയച്ഛനല്ലേ? നീ കേറ്. ആ ഏറെയാണ്. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പായസം ഇഷ്ടം. ഞാനതല്ല പറഞ്ഞ് നമ്മുടെ കാര്യം മനസ്സിലായില്ല. പോടുന്നു. നീ എന്തടി പറയുന്നത്? എടോ ഞാൻ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? ഒന്ന് പോണ്ടോ? ഇവരുടെ ഈ ഒളിച്ചോളിയും വർത്താനം എത്ര ദിവസം വെച്ച് ഇങ്ങനെ പോവാ? ഓ ഈ കാത്തിരിപ്പ് സഹിക്കാൻ വയ്യാത്തെ. ഇത്ര പേടിയുള്ളൊരു ഇതിന് നിൽക്കണോ? ദേ ആ പൊട്ടഞ്ചക്കം വരുന്നുണ്ട്. ആര്? അവളുടെ ഏട്ടനാ. വാ നമുക്ക് പോവാം. ഒരു കാര്യമില്ല. ആ, അതെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താ ഈ കേക്കണില്ല? കുള്ളൻ ആരോടെ ഇത്ര ഉറക്കേ? പുതിയ മുതലാളി വിളിക്കാവും. ഓ, ഭൂമിയുടെ അപ്പുറത്തുനിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളയിരുന്നത്. ആ, പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം ഹലോ ഹലോ, നാശം. കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു